പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് മീഡിയ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവൈശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ അതിമകത്തായ പ്രവൃത്തി വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ദൈവിക ചിന്ത ആലോചന ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം ഭൂമിയിലുള്ളതിന് വേണ്ടി അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. നാളെയെക്കുറിച്ച് നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നാളെ എന്തായിത്തീരും, നാളെ എങ്ങനെയായിത്തീരും, ഭൂമിയിൽ എനിക്ക് നല്ലൊരു കൊട്ടാരം പണിയാൻ കഴിയുമോ, ഭൂമിയിൽ എനിക്ക് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടാൻ കഴിയുമോ എന്ന് പല വിഷയങ്ങളാൽ ഭൂമിയിലുള്ളത് നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നശിച്ചു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന പലതിലും നാം ആശ്രയം വെച്ച് ഭൂമിയിലുള്ളത് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്ന പലതും നാം ഭൂമിയിൽ അന്വേഷിച്ച് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ ഉള്ളതല്ല അന്വേഷിക്കേണ്ടത്, ഉയരത്തിലുള്ള ഒരു നിത്യതയെക്കുറിച്ച് അന്വേഷിക്കപ്പെടുവാനിടയായിത്തീരണം. ഞാനിത് പറയാൻ കാരണം, ഭൂമിയിൽ നമുക്കറിയാം എന്തെല്ലാം സ്വരൂപിച്ചാലും, ഭൂമിയിലുള്ളത് ഏതെല്ലാം നിലവാരത്തിൽ അന്വേഷിച്ച് വെട്ടിപ്പിടിച്ചാലും സ്വരൂപിച്ചു വെച്ചാലും മരണശേഷം അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. എല്ലാം കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, കല്ലറ കൊണ്ട് അവസാനിക്കാത്ത ഒരു നിത്യത നമുക്കായിട്ട് സ്വർഗീയ പിതാവിൻ്റെ പാദപീഠത്തിൽ അല്ലെങ്കിൽ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. അത് പ്രാപിക്കുവാൻ ഇടയായി തീരണമെങ്കിൽ നാം ഉയരത്തിലുള്ളത്, ആ നിത്യതയെക്കുറിച്ച് അന്വേഷിക്കുവാനിടയായി തീരണം. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് മുറുകെ പിടിക്കുവാനിടയായി തീരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിരീടത്തെ മുറുകെ പിടിക്കാനല്ല പറയുന്നത്, കിരീടം നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് ആത്മാവിൻ്റെ സാന്നിധ്യത്തെ മുറുകെ പിടിച്ച് പ്രത്യാശയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കുന്നു. 3 കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൻ്റെ അവസാനം മുതൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, ഭൂമിയിൽ ഉള്ളതല്ല നാം അന്വേഷിക്കുവാനിടയായി തീരേണ്ടത്. പലപ്പോഴും നാം ഭൂമിയിലുള്ളത് അന്വേഷിച്ച് സമയം പാഴാക്കുമ്പോൾ അതെല്ലാം മരണം കൊണ്ട് അവസാനിച്ച് ശവക്കല്ലറ കൊണ്ടെല്ലാം അസ്തമിച്ച് ശൂന്യമായി മാറുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, അതിനും അപ്പുറമായി ഒരു നിത്യതയുണ്ട്. ആ നിത്യത നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഉയരത്തിലുള്ള സാന്നിധ്യത്തെ മുറുകെ പിടിക്കുവാനിടയായി തീരണം. 2-ാം അധ്യായത്തിൽ പൗലോസ് നിയമാനുഷ്ഠാനങ്ങൾ, മനുഷ്യ പാരമ്പര്യങ്ങൾ, വ്യാജ തത്വചിന്തകൾ എന്നിവയിൽ ആശ്രയിക്കരുത് എന്ന് പറയുന്നു. എന്നാൽ 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിൽ പുതിയ ജീവിതം ലഭിച്ചവർ എങ്ങനെ ജീവിക്കണം എന്ന ഒരു പ്രയോഗമാണ് അല്ലെങ്കിൽ ഒരു ഉപദേശമാണ് അവിടെ കൊടുക്കുവാനിടയായി തീരുന്നത്. ക്രിസ്തുവിൽ ഉള്ളവർ ഉയരത്തിലുള്ളത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, നിത്യത നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആ സർവശക്തനായ ദൈവത്തിൽ തന്നെ ആശ്രയിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ക്രിസ്തുവിനോടുകൂടി ആത്മീയമായി ഉയർത്തെഴുന്നേറ്റവർ സ്വർഗീയ കാര്യങ്ങൾ അന്വേഷിക്കുവാനിടയായി തീരണം. ഭൂമിയിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ആത്മീക മണ്ഡലങ്ങളെ പരാജയപ്പെടുത്തി കളയുവാൻ അനുവദിക്കാതെ, അല്ലെങ്കിൽ നിത്യത നഷ്ടപ്പെടുത്തി കളയുവാൻ അനുവദിക്കാതെ ക്രിസ്തുവിനുള്ളത് അന്വേഷിക്കുവാൻ നാം ഒന്ന് ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. ലോകത്തിന്റെ പാപ സ്വഭാവത്തിലല്ല, ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം. ലോകത്തിന്റെ പാപ സ്വഭാവങ്ങളിലോ വക്രതകളിലോ ചതിവുകളിലോ
ജഡീക മോഹങ്ങളിലോ അല്ല ജീവിക്കേണ്ടത്, ക്രിസ്തുവിൽ ജീവിക്കുവാനിടയായിത്തീരണം. വിശ്വാസിയുടെ ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചായിരിക്കണം. ആമേൻ. ചില വിടുതലുകൾ പ്രാപിക്കുവാൻ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ച് നാം നിലനിൽക്കുവാനിടയായി തീരുന്നു എങ്കിൽ സ്വർഗീയമായ ചില അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിരിക്കണം. റോമലേഖനം 6-ാം അധ്യായം 4-5 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിനോടുകൂടെ പൊതുജീവനിൽ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അപ്പോൾ പുതിയൊരു അനുഭവത്തിലേക്ക്, പഴയതിനെ കളഞ്ഞ പുതിയൊരു അനുഭവത്തിലേക്ക് മടങ്ങി വന്ന് ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ. എന്തിനാണ് ക്രിസ്തുവിൽ നിലനിൽക്കേണ്ടത്? ഈ ഭൂമിയിൽ ഇനി എന്തെല്ലാം ഉണ്ടെങ്കിലും, എന്തെല്ലാം വെട്ടിപ്പിടിച്ചെടുത്താലും, എന്തെല്ലാം കേസ് കൊടുത്ത് കൈക്കലാക്കിയാലും അതെല്ലാം മരണം കൊണ്ട് അവസാനിക്കും. കല്ലറ കൊണ്ടെല്ലാം വിട്ടേ പോകാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഉയരത്തിലുള്ള നിത്യത നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നിത്യത നഷ്ടപ്പെടാതെ സ്വർഗീയ സാന്നിധ്യം പ്രാപിക്കുവാൻ തക്കവണ്ണമിടയായി തീരേണ്ടതിന് ആ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാനിടയായി തീരണ്ട. എഫേസ്യലേഖനം 2-ാം അധ്യായം 5-6 വാക്യം: ക്രിസ്തുവിനോടുകൂടി ഉയർക്കപ്പെട്ട് സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരുത്തപ്പെടണമെങ്കിൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരണം. അങ്ങനെയെങ്കിൽ ലോകത്തിലുള്ളതിനു വേണ്ടി നെട്ടോട്ടമോടുകയല്ല ചെയ്യേണ്ടത്. ലോകത്തിലുള്ളത് വെട്ടിപ്പിടിക്കാനുള്ള പ്രയത്നമല്ല നാം ചെയ്യേണ്ടത്. ഉയരത്തിലൊരു നിത്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ആ നിത്യതയ്ക്ക് വേണ്ടി നാം ക്രിസ്തുവിനോട് കൂടെ നിലനിൽക്കുവാനിടയായി തീരുന്നു എങ്കിൽ സർവശക്തനായ ദൈവം നമ്മെ മാനിക്കുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ശേഷിക്കുന്ന കാലം ഉയരത്തിലുള്ളത് അന്വേഷിച്ച് പ്രത്യാശയിൽ നിലനിൽക്കുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.